നമസ്കാരം. ഖത്തർ കനവുകളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചെറിയ ഡോക്യുമെന്ററിയിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഖത്തറിലെ കലാരംഗത്ത് ഏവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററി ഒന്ന് കണ്ടുനോക്കൂ. 70കളുടെ അന്ത്യത്തിൽ അഭിനേതാവാകാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി മദിരാശിയിലേക്ക് വണ്ടി കയറിയ തൃശൂർ പാവറട്ടിക്കാരൻ മുഹമ്മദ് ഉണ്ണി എന്ന AVM ഉണ്ണി. ദോഹയിലെ കലാസ്വാദകർക്ക് സുപരിചിതനാവുന്നിടത്തോളം വളർന്നത് ജീവിത നിയോഗം തന്നെയായിരിക്കണം. കലയെ പ്രണയിക്കുന്നവർക്ക് മറ്റെല്ലാം അപ്രസക്തമായി തോന്നുന്നു എന്ന സ്വാഭാവികത ഈ കലാകാരന്റെ കാര്യത്തിൽ അക്ഷരം പ്രതി അന്വർത്ഥമായിത്തീരുന്നു. മദിരാശി തനിക്കു പറ്റിയ ഇടമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അവിടെ വെച്ച് രൂപപ്പെട്ട പരിചയത്തിന്റെ പിൻബലത്തിൽ ഈ മനുഷ്യൻ ദോഹയിലെത്തുന്നത്. എണ്ണ നൽകിയ സമ്പത്തിന്റെ പ്രതാപം അത്രയൊന്നും കൈവന്നിട്ടില്ലായിരുന്ന പഴയ ദോഹയിലെ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഉണ്ണി എന്ന ചെറുപ്പക്കാരന്റെ മനസ്സിൽ അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു. നീണ്ട 30 വർഷത്തെ പ്രവാസ ജീവിതത്തിനപ്പുറത്തെത്തുമ്പോൾ തനതായ അഭിനയ ചാരുതയിലൂടെ ദോഹയിലെ കലാരംഗത്ത് നിറഞ്ഞ സാന്നിധ്യമാകാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് പന്താവൂർ എന്ന കൊച്ചുഗ്രാമത്തിൽ സ്ഥിരതാമസമാക്കിയ ഈ കലാകാരൻ. സിലോൺ റേഡിയോ, ആകാശവാണി, ഫാരൻ ബ്രോഡ്കാസ്റ്റിംഗ്, ഫിബ റേഡിയോ തുടങ്ങിയ റേഡിയോകളിൽ അനേകം നാടകങ്ങൾക്ക് ശബ്ദം നൽകിയതിന്റെ അനുഭവം നൽകിയ ആത്മവിശ്വാസവുമായി ദോഹയിലെത്തിയ ഈ കലാകാരൻ വീഡിയോ ക്യാമറകൾ അത്രയൊന്നും പ്രചാരത്തിലില്ലായിരുന്ന 80കളുടെ തുടക്കത്തിൽ തന്നെ അവ കൈകാര്യം ചെയ്യാനും അറിയപ്പെടുന്ന ഒരു ക്യാമറാമാനാകാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രമാണി, ദേവദൂത്, ലൈല മജ്നു, ഉറങ്ങിക്കിടക്കുന്ന സിംഹം, തേവാരം, മാപ്പിളഗാഥ തുടങ്ങിയ നാടകങ്ങളിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മികച്ച അഭിനയം കാഴ്ചവെച്ച് ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്ത ഈ പ്രവാസി മലയാളി അഡ്വക്കേറ്റ് അറക്കൽ ഖാലിദ് എഴുതിയ ഇടത്താവളം, മടക്കയാത്ര തുടങ്ങിയ നാടകങ്ങളിലൂടെ സംവിധായകന്റെ മേലങ്കിയും അണിഞ്ഞിട്ടുണ്ട്. എന്തിനാ ഈ കുട്ടികളെയൊക്കെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവൻ പോയിട്ട് എത്ര ദിവസമായി? ഉടൻ വരുമെന്ന് ഉമർ അറിയിച്ചിട്ടും 2 ദിവസമായില്ലേ? ബേജാറാവാതെ എന്റെ അഫ്സ, അവനിങ്ങെത്തും. ഖൈസിന് എത്താതിരിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ താല്പര്യങ്ങളെ പരിപോഷിപ്പിക്കാൻ എനിക്ക് പ്രോത്സാഹനം തരുന്ന തരത്തിലുള്ള സുഹൃത്തുക്കളുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവസരങ്ങൾ ഉണ്ടാവുകയും അവസരങ്ങൾ എന്നെ തേടി വരികയും ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതെ ഒഴിവു സമയങ്ങളിൽ കഴിയുന്നതും അതുമായിട്ട് പൊരുത്തപ്പെടാനും, പിന്നെ ജോലിയിലും അല്പമൊക്കെ സമയമുണ്ടായിരുന്ന തുടക്കത്തിലൊക്കെ എനിക്ക് നാടകങ്ങളിലും, ഖത്തറിലെ ആദ്യകാല നാടകങ്ങളായ ജോസഫ് ചേറ്റുപുഴയുടെ സർഗക്ഷേത്രം, പിന്നെ സമുദായം, ഇതൊക്കെ അന്ന് MES സ്കൂളിൽ കളിച്ച നാടകങ്ങളാണ്. പ്രവാസികളുടെ ഇടയിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ടെലിഫിലിം സംവിധായകനായ സലാം കൊടിയത്തൂരിന്റെ പരേതൻ തിരിച്ചുവരുന്നു, പാദയാത്രയ്ക്കൊരു ടിക്കറ്റ് എന്നീ സൃഷ്ടികളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ചരിത്രമെതിലും പവിത്ര ചാരിത്രത്തിൻ സുവർണ ചിത്രം, ചരിത്രമിതു മറ്റൊരു പതിവൃതയുടെ സാക്ഷാൽ സംഭവ ചിത്രം. ചരിത്രമെതിലും പവിത്ര ചാരിത്രത്തിൻ സുവർണ ചിത്രം, ചരിത്രമിതു മറ്റൊരു പതിവൃതയുടെ സാക്ഷാൽ സംഭവ. അറബി നാടകങ്ങളെക്കുറിച്ച് അടുത്തറിയാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായി പ്രമുഖ അറബി നാടക എഴുത്തുകാരനും സംവിധായകനുമായ ഗാനം സുലൈത്തിയുടെ നിരവധി നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യവും ഇദ്ദേഹത്തിന് ലഭിച്ചു. ലണ്ടൻ ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേച്വർ സിനിമോട്ടോഗ്രാഫി അസോസിയേഷനിൽ അംഗമായിട്ടുള്ള ഇദ്ദേഹം സ്വന്തമായി ചിത്രീകരിച്ച് സംവിധാനം ചെയ്ത പെപ്സി കോള കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ ചിത്രത്തിന് അവരുടെ തന്നെ പുരസ്കാരവും നേടിയിട്ടുണ്ട്. പ്രശസ്ത ഇസ്ലാമിക ചിന്തകനായ യൂസഫുൽ കർലാവിയെക്കുറിച്ച്
മലയാളത്തിൽ ഒരു ഡോക്യുമെന്ററിയും സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷന്റെ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് സ്വാന്തനസ്പർശം എന്ന ഡോക്യുമെന്ററിയും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. കാഴ്ച മലിനപ്പെടുന്ന ഈ അവസരങ്ങൾ നമ്മൾ അതിലൂടെ കടന്നുപോകേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ കുറച്ച് എങ്ങനെ നമുക്ക് കാഴ്ച മലിനപ്പെടുത്താതെ മനുഷ്യനെ ഒരു നല്ല ദൃശ്യമാധ്യമ സംസ്കാരത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാം എന്ന ഒരു ചിന്ത എന്റെ മനസ്സിലിങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ സമാന ചിന്താഗതിക്കാരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഈ ചർച്ച ചെയ്തതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന പല സംഭവങ്ങളിലും എനിക്ക് സഹകരിക്കാൻ പറ്റും. ഒട്ടേറെ ടിവി പരിപാടികൾക്ക് തന്റെ ശബ്ദം നൽകിയിട്ടുള്ള ഈ കലാകാരൻ പ്രതിഫലം കൂടാതെയാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി പ്രവാസി ദോഹ നടത്തിവരുന്ന ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 100ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വർഷം കഴിഞ്ഞകാല ഫിലിം ഫെസ്റ്റിവലുകൾ കോർത്തിണക്കി തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്ററിയുടെ പണിപ്പുരയിലാണ് ഇദ്ദേഹം ഇപ്പോൾ. മനസ്സിൽ അഭിനയകലയുടെ മഹത്വം സൂക്ഷിക്കുന്ന ഉണ്ണിക്കയെന്നും ഉണ്ണിയേട്ടനെന്നും പരിചയക്കാർ വിളിക്കുന്ന AVM ഉണ്ണി എന്ന ഈ കലാകാരന് ഖത്തർ കനവുകളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.